ഹായ്, നമസ്കാരം. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഫാദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് എൻ്റെ അച്ഛൻ സ്ഥിരമായി തയ്യാറാക്കിക്കൊണ്ടിരുന്നിരുന്ന ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പം കിച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേരള കിച്ചടി അല്ല കേട്ടോ, അതായത് കറിയല്ല, ഇതൊരു ഫുൾ മീലാണ്. ചോറും പരിപ്പും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒരു കിച്ചടിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, അരിയെല്ലാം ഇട്ട് അടുപ്പത്ത് വെച്ച് ഞാനിങ്ങനെ മൊബൈൽ നോക്കിയപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ കുറേ വിഷസ് ആണ്, ഫാദേഴ്സ് ഡേ ആയിട്ട് വിഷസ് അറിയിച്ചുകൊണ്ട് മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് അറിയാണ്ടാണ് ഇന്ന് അച്ഛൻ്റെ ഈ സ്പെഷ്യലായിട്ട് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാം കൂടി അങ്ങ് ഒത്തു വന്നു, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വെക്കേഷനൊക്കെ അച്ഛൻ്റെ അടുത്തേക്ക് ബോംബെയിലേക്കും ഒക്കെ പോണ സമയത്ത് അവിടെ അച്ഛന് സ്ഥിരമായി ഉണ്ടാക്കി തന്നിരുന്ന ഒരു സംഭവമാണ് ഈ കിച്ചടി. അപ്പോൾ അത് ഒരുപാട് നല്ല നല്ല മധുരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. ഇപ്പോഴും ഇടയ്ക്ക് അച്ഛൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് അച്ചാറും പപ്പടവും കുറച്ച് റൈത്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ല. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നലെ ആയിട്ടുണ്ടായിരുന്ന ഷോപ്പിംഗ് വീഡിയോ കണ്ട് ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിയ അടിച്ചു എന്നൊക്കെ അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി അടുത്ത ഷോപ്പിംഗ് വീഡിയോ ഞാൻ ഇടണമെന്ന് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വേണം ചെയ്യാൻ. ഞാൻ എന്താ പറയുക, ഇന്നലെ കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത ആഴ്ചയാണ് നാട്ടിൽ പോണത്, ഇനിയും കുറച്ച് ദിവസമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ കുറച്ചും കൂടെ വീഡിയോസ് എനിക്ക് ഇടാനുണ്ട്, റെസിപ്പീസ് ഇടാനുണ്ട്. അതിനുശേഷം വേണം നാട്ടിൽ പോകാൻ. അപ്പോൾ ഒട്ടും താമസിയുണ്ട്, നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള നമ്മുടെ അച്ഛൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കിച്ചടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ എന്തോലും പറഞ്ഞ പോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സ്പെഷ്യൽ കിച്ചടി. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപയറില്ലേ, ചെറുപയറിൻ്റെ പരിപ്പ്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇതിന് ശരിക്കും സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന 1/2 ഗ്ലാസ് പച്ചരിയാണ് ഏറ്റവും ബെസ്റ്റ്. പച്ചരി ഇല്ലെങ്കിൽ നമുക്ക് ബസ്മതി റൈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തിട്ടാണ് സോനാ മസൂരി റൈസ്, അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ. അത് പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ മട്ട റൈസ് ഒന്നും ഉപയോഗിക്കാറില്ല ഈ സംഭവം ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 20 മിനിറ്റ് നേരം ഈ പരിപ്പും അരിയും കൂടി കുതിർത്ത് വെച്ചു. പക്ഷേ അതിന് മുൻപായിട്ട് ഈ പരിപ്പ് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വറുത്തെടുത്തു. സാധാരണ രീതിയിൽ നമ്മൾ പരിപ്പൊന്നും വറക്കാറില്ല. എൻ്റെ അച്ഛൻ ഉണ്ടാക്കുമ്പോഴൊന്നും പരിപ്പൊന്നും വറക്കാറില്ല. പക്ഷേ എനിക്ക് ആ പരിപ്പിൻ്റെ ആ ഒരു പച്ചമണം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് വറുത്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു പാത്രത്തിൽ വറുത്തിട്ടുള്ള പരിപ്പും അതുപോലെ തന്നെ അരിയും കൂടെ 20 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായി വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും അരിയുമാണിത്. നമുക്കിനി ഇത് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുക്കർ എടുക്കുക. നമ്മളിപ്പോൾ ഒരു കുക്കറിലാണ് സംഭവം ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം വഴറ്റിയെടുക്കണം. അതിന് ശേഷമാണ് ഈ അരിയും ഈ പരിപ്പും കൂടെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ വിസിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം വറ്റട്ടെ. അതിനുശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നത് ഓയിലാണ്. അതേസമയം നിങ്ങൾക്ക് ബട്ടറിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നെയ്യിലുണ്ടാക്കാം. എൻ്റെ അച്ഛനൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യിലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ എനിക്ക് നെയ്യിൻ്റെ സ്മെല്ല് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഓയിൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് ചെയ്യുക. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു നുള്ള് മാത്രം ഞാൻ ജീരകം ചേർക്കുന്നുള്ളൂ, നല്ല ജീരകം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടട്ടെ. എപ്പോഴും തീ സൂക്ഷിക്കണം, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ മുഴുവനായിട്ടുള്ള ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് വളരെ നൈസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ 1 പച്ചമുളക് ഇട്ടാൽ മതിയാവും. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്. ഇത് 3 കൂടി ഇട്ടതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞു പിങ്ക് സോൾട്ട് വളരെ നല്ലതാണ്, ഹിമാലയൻ പിങ്ക് സോൾട്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഉപ്പാണോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കിനും ഇഞ്ചിയുടെയും സവാളയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്.
ഞാൻ പറഞ്ഞില്ലേ അച്ഛനൊക്കെ ഈ ടവർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് കാട്ടിലും മേട്ടിലും ഒക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്നത്തെ കാലത്ത് എത്ര വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയണമെന്ന് അറിയാം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കണമെന്നൊക്കെ പറയുമ്പോൾ എത്രയേ വർഷം മുമ്പത്തെയാണ്. അപ്പോൾ അവിടെ ടൗണിലേക്കൊക്കെ പോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാസത്തിൽ പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് റേഷൻ പോലെയാണ് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടെൻറ്റിൽ തന്നെ എല്ലാവരും കൂടെ ഇതേപോലെ പുറത്ത് വെച്ച് കുക്ക് ചെയ്ത് ടെൻറ്റിലിരുന്നിട്ട് ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ വെക്കേഷനിലൊക്കെ പോകുന്ന സമയത്ത് അച്ഛൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള വളരെ എന്താ പറയുക നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫുഡാണത്. ഇപ്പോഴും ഇടയ്ക്ക് അച്ഛൻ ഉണ്ടാക്കും. പഴനിയിലൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്നോട് കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് നീ എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ആ സംഭവം, ജാൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ, കിച്ചടി എന്നൊന്നും പേരറിയില്ല, ആ പരിപ്പും എല്ലാം കൂടി ഇട്ട് വയ്ക്കുന്ന സംഭവം നീ ഇതിൻ്റെ വീഡിയോ ഇടാത്തെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റായിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇത് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരി, ഇതായിരിക്കും അതിൻ്റെ സമയം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സവാളയൊക്കെ ഇച്ചിരി വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ, ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കുറവിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൽ നമ്മൾ മുളക് പൊടി ഇടില്ല, എരിവിന് പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടിയാണ് കളറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം കായത്തിൻ്റെ പൊടിയാണ്. അതും കുറച്ചിടാൻ പാടുള്ളൂ. അല്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെയും കായത്തിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എന്ന് പറയുന്നത് ഒരുപാട് പുളിയുള്ള തക്കാളിയാണെങ്കിൽ പകുതി മതിയാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ കുക്കായി കിട്ടും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കട്ടെ കേട്ടോ. നേരപ്പോൾ നമ്മുടെ തക്കാളി നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? അരിയും ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും അതുപോലെ തന്നെ പരിപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നമുക്ക് അതിലിട്ടിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും കിച്ചടി വേണോ റൈസ് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാനെപ്പോഴും പക്ഷേ റൈസ് തന്നെയാണ് പറയാറ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമുള്ള വിഷയമല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയൊക്കെ കഴിക്കും. പിന്നെ അച്ഛന് ഓർമ്മ വരുമ്പോഴും ഞാൻ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കും. അച്ഛന് ഓർമ്മ ഉണ്ടാവും എപ്പോഴും, എന്നാലും ഇടയ്ക്ക് നമുക്കൊരു അമ്മയുടെ അച്ഛന് സ്പെഷ്യൽ ഓർമ്മയൊക്കെ വരില്ലേ. അപ്പോൾ ദേ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോളം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കുക്കറിന് താഴെ അങ്ങ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉപ്പ് കറക്റ്റ് ചെയ്യണം. ഉപ്പ് റെഡിയാക്കിയതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഉപ്പ് ഇടാട്ടോ, ഉപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ആദ്യമേ തന്നെ ഉപ്പ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മളിത് പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന ഒരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം വെള്ളം കൂടുതലാവുമ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. നന്നായി കുക്കാവേണ്ട സംഭവമാണിത്. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല 1 പോട്ട് റെസിപ്പി എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് കുക്കറിൽ അടിച്ചെടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ബാച്ചിലേഴ്സിനും എല്ലാവർക്കും ഈവൻ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് ആയിരിക്കും 3.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ 2 ഗ്ലാസ് ആയിരിക്കും ഇപ്പോൾ എത്ര എടുക്കണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും എന്താ ചെയ്യാറെന്ന് വെച്ചാൽ 3 ഇരട്ടി പ്ലസ് 1/2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയാലും നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, കുറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. കാരണം ഇതിലിരുന്ന് വീണ്ടും തിളച്ച് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. 1, 2, 3 3.5 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ വല്ലതും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ താഴ്ത്തിട്ട് കൊടുക്കുക. നന്നായി കലക്കി ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കി, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ തിരിക്കുമ്പോൾ കുറച്ച് വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്തോരം ഉപ്പ് ഇടുന്നതിന്, കുറച്ച് വീഴുന്നുള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ ഹൈ ഫ്ലെയിമിൽ കേട്ടോ, ലോ ഫ്ലെയിമിലൊന്നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 6 വിസിൽ. അതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്തിട്ടേക്കാം. എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്കങ്ങ് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ അത് അടച്ച് വെക്കാൻ പോവുകയാണ്. 6 വിസിലിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിടാം. 6 വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കർ തുറക്കാം. ഞാൻ നോക്കട്ടെ കുക്കായിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ട് കുക്കായിരിപ്പുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിൻ്റെ ചൂട് കുറച്ച് കുറയുമ്പോൾ ഈ വെള്ളം ഒക്കെ പോയി അത്യാവശ്യം തിക്കായിട്ട് മാറും. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റിച്ചാൽ മതി. അതല്ലെങ്കിൽ ഈ കൺസിസ്റ്റൻസി മതിയെങ്കിൽ ഇത്
അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ, ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പക്ഷേ ഈ കൺസിസ്റ്റൻസിയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ചൂടാറുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് മാറും. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടിരിപ്പുണ്ട്. ഒട്ടും വെള്ളം കൂടുതലും ഇല്ല, വെള്ളം കുറവും ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വന്തം എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട കിച്ചടി. അങ്ങനെ ഫാദേഴ്സ് ഡേ ആയിട്ട് ഈ വീഡിയോ ഞാനിത് അച്ഛനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഫാദേഴ്സ് ഡേ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ മദേഴ്സ് ഡേ ഒരു പ്രത്യേക ദിവസം അച്ഛന് വേണ്ട, എന്നാൽ പോലും ഇന്നത്തെ ഒരു ദിവസം ഇത് ഉണ്ടാക്കാൻ തോന്നിയതും അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് സത്യം പറഞ്ഞ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇന്ന് അറിയുന്നത് ഇന്ന് ഫാദേഴ്സ് ഡേ ആണെന്നുള്ള കാര്യം. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കൊള്ളാം. പക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എരി കൂടുതലുമില്ല, കുറവില്ല. ഉപ്പ് പെർഫെക്റ്റ് ആണ്, പുളിയും പെർഫെക്റ്റ് ആണ്, എല്ലാം പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ഇട്ട് അലങ്കരിക്കാം. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം മല്ലിയില ഇടുന്നുള്ളൂ, അല്ലാതെ ഞാൻ മല്ലിയില ഇടുന്നില്ല. ഇവിടെ വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് മല്ലിയില. അതാണ്. അപ്പോൾ നമ്മുടെ കിച്ചടി ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് പപ്പടം. ഞാൻ ഓവനിൽ ചുട്ട പപ്പടമാണ്. ഓവനിൽ എങ്ങനെ പപ്പടം ചുടുന്നതെന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഞ്ഞി വീഡിയോ നോക്കിയാൽ മതി. പിന്നെ ഞാനിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് പരിപ്പ് പറാത്ത, ബാക്കി വന്ന പരിപ്പ് കറി പറാത്തയ്ക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള സംഭവമാണ്. പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് പിക്കിള്. ഇതാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലഡും, അതായത് തൈര് ചേർത്തിട്ടുള്ള റൈത്തയും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് തന്നെ കഴിച്ച് നോക്കട്ടെ. അച്ചാറും കൂടി കഴിച്ച് നോക്കട്ടെ. സംഭവം പൊളിച്ചു, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും കുക്കുംബറും ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് അരിഞ്ഞ് വെക്കാം. ഇതൊരു കംപ്ലീറ്റ് മീലാണ്, വേറെ കറികളുടെ ആവശ്യങ്ങളൊന്നുമില്ല. ഇത് മാത്രം കഴിച്ചാൽ മതി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലത്തെ കണക്കനുസരിച്ച്, കഴിപ്പനുസരിച്ച് ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 3 പേർക്കൊക്കെ എന്തായാലും തികയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. സ്വസ്ഥമായിട്ട് വന്ന് കിടന്ന് ഉറങ്ങല്ല അല്ലേ? നന്ദു കാണണം, നന്ദുവിന് ഭയങ്കര ഇഷ്ടം. ഹലോ, എന്തുണ്ട് വിശേഷം? ഞാൻ വെറുതെ പറഞ്ഞതാ. പോസ് ചെയ്ത ആള് ബെസ്റ്റ്. ഹലോ, ഹായ് ഹായ്, ഇങ്ങോട്ട് നോക്ക്. ഹലോ ഹലോ. അതിന്റെ മുകളിലൊരു പൂച്ചിരിപ്പുണ്ടാ? ആ മരത്തിന്റെ മുകളിൽ നോക്കിയേ. ഞാൻ പെട്ടെന്ന് മേടിച്ചു. ഇവല് പുലിയാ? ആരാന്ന് വിചാരം? നല്ല രസമുണ്ട് കാണാം കേട്ടാ. മൂപ്പര് ഫ്രണ്ടാണോടാ? ഇങ്ങോട്ട് താഴേക്ക് ചാടി വാ. അത് ശരി. കണ്ട, അവിടെ നിറച്ച് ഇതുണ്ട്, ഡേറ്റ്സ് ഉണ്ട്. ഈന്തപ്പഴം കഴിക്കാൻ വേണ്ടി കിളികൾ കണ്ട പനയമ്മല്. നല്ല രസത്തോടെ വന്നിരുന്ന സമയം പോണതേ അറിയില്ല. നിങ്ങൾ കണ്ട മരത്തുമ്മലുള്ള പൂച്ചക്കുട്ടീനെ? പൂച്ചക്കുട്ടിയല്ല. നിങ്ങൾ വാ, താഴോട്ട് ചാട്. മൂപ്പര് ഇവിടെ കാവല് കിടക്കുക പുള്ളിക്കാരനെ കാണാൻ വേണ്ടിട്ട്. ചക്കരു, ഹലോ. എന്ത് ഭംഗിയല്ലേ കാണാൻ, ക്യൂട്ടായിട്ടുണ്ട്. നന്ദു ഇപ്പൊ ഇത് കാണുമ്പോ ഭയങ്കര മിസ് ചെയ്യും. ബൈ ബൈ. ഈ പൂച്ചേനെ കിളികളെയും മരങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞ പിന്നെ അവിടെ നിൽക്കും. എന്താ